ഹായ് ഓൾ, ബോർഡ് എക്സാം എത്തിയിരിക്കുന്നു. നിങ്ങൾ റെഡിയാണോ? ബോർഡ് ബേസ്റ്ററുമായി ദർശൻ അക്കാദമി റെഡിയാണ്. ബയോളജി ഡിപ്പാർട്ട്മെന്റ് റെഡിയാണ്. വിത്ത് റിവൈസ് സ്മാർട്ട് ആൻഡ് റാക്കപ്പ് പോയിന്റ്സ്. സ്മാർട്ടായി റിവിഷൻ ചെയ്ത് ഹൈ സ്കോറിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബയോളജിയുടെ ചാപ്റ്റേഴ്സ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഈ ചാപ്റ്റേഴ്സിൻ്റെ സ്കോർ വെയ്റ്റുകളാണ് തന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് സ്കോർ വെയ്റ്റുകളാണ് തന്നിരിക്കുക. അതിൽ ബയോടെക്നോളജിയും റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഓർഗാനിസവും ബോട്ടണി ചാപ്റ്റേഴ്സാണ്. അവിടെ 6 സ്കോർ വെയ്റ്റ് പറയുമ്പോൾ, ബിക്കോസ് ബോട്ടണിയിൽ നിങ്ങൾക്കറിയാം ബോർഡ് എക്സാമിന് 5 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ നിന്നാണ് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് സ്കോർ വെയിറ്റ് അവിടെ അപ്രോക്സിമേറ്റ്ലി കൂടുതലാണ്. ആൻഡ് സുവോളജിയിൽ 8 ചാപ്റ്റേഴ്സ് വരുന്നു. അതിൽ ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിൻ്റെ സ്കോർ വെയിറ്റ് 5 ആണ്. അപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മൾ ഹൈ സ്കോറിലേക്ക് ടാർഗറ്റ് ചെയ്യുക. റെഡി ആണോടാ? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുക ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ, വെയിറ്റേജ് ഉള്ള റെഡ് സോണിലുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. വൈ വി സെലക്റ്റഡ് ദിസ് ഏരിയ? ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്തടാ മക്കളെ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ റെഡ് സോണിലേക്ക് കൊണ്ടുവരാം. യാതൊരു തർക്കവുമില്ല, നമുക്കിതിനെ റെഡ് സോണിലേക്ക് കൊണ്ടുവരാം. റൈറ്റ്? അപ്പോൾ ഒന്നാമത്തെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡീൽ ചെയ്യുക. റൈറ്റ്? അതിൽ ആദ്യം നമുക്കറിയാം സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സിൻ്റെ പ്രോസസ്സാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് നമുക്കറിയാം കോമൺലി യൂസ്ഡ് ജെൽ ഈസ് അഗാരോസ് ജെൽ. Therefore that gel electrophoresis is called agarose gel electrophoresis. Agarose gel electrophoresis, right? Agarose in the A, right? Gel G, right? And electrophoresis technique is commonly used technique, right? Because agarose gel used. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ഇലക്ട്രോഫോറസിസ് പ്ലേറ്റുകളാണുള്ളത്. ഈ പ്ലേറ്റിലേക്ക് നമ്മൾ അഗാരോസ് ജെൽ ഫില്ല് ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡും കണക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ് ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്. നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ജെൽ പീസ് ഇളക്കി മാറ്റി വെൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ്സ് ആഡ് ചെയ്യുകയാണ്. DNA ഫ്രാഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് DNA? നമുക്കറിയാം ചാർജ് ഓഫ് DNA is negative. Negatively charged DNA will move towards positive electrode. We know that is electrophilic influence. Negatively charged DNA will move towards positive electrode based on size. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറിയ ആൾ എവിടെ കാണപ്പെടും? പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ സൈഡ്, അതായത് ആനോഡിൻ്റെ സൈഡിൽ കാണപ്പെടും ഏറ്റവും ചെറിയ ആൾ. അപ്പോൾ ബിഗർ ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ്, ലാർജർ ഫ്രാഗ്മെന്റ്സ് എവിടെ കാണുമെന്ന് ചോദിച്ചാൽ കാഥോഡിൻ്റെ സൈഡിലായിരിക്കുമെന്നുള്ള കാര്യവും മറന്നു പോകരുത്. റൈറ്റ്? എന്നിട്ട് നമുക്ക് DNA വിസിബിൾ അല്ല. അപ്പോൾ DNA വിസിബിൾ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേരെന്നാന്ന് ചോദിക്കും. മക്കളെ, DNA സ്റ്റെയിൻ ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് എഥിഡിയം ബ്രോമൈഡ്. എഥിഡിയം ബ്രോമൈഡ് എന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് DNA സ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ DNA അന്നേരവും കാണുന്നില്ല. അപ്പോൾ UV ലൈറ്റ് ഉപയോഗിക്കും. UV ലൈറ്റിൻ്റെ സഹായത്താൽ we can see visible this DNA as bright orange bands. Of DNA കാണും. ഈ ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ഓഫ് DNA കിട്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലായി DNA അദ്ദേഹം ഐസൊലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അദ്ദേഹം കണ്ടു. അതിനെ ആ ജെൽ പീസിൽ നിന്ന് ഇളക്കി മാറ്റും. ആ ജെൽ പീസിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ ദാറ്റ് ഈസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പുറത്ത് എടുക്കുന്ന പ്രോസസ് ഈസ് കോൾഡ് elution. That process is called elution. മക്കളെ, this is called gel electrophoresis. Gel electrophoresis എന്ന ടെക്നിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ ബോർഡ് എക്സാം. ഇതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഗിവൺ ബിലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്? ആൻസർ ജെൽ ഇലക്ട്രോഫോറസിസ് തന്നെ എഴുതണം.
വേറെ ഒന്നും ഇങ്ങനെ ഒത്തിരി എഴുതരുത്. ജെൽ ഇലക്ട്രോഫോറസിസ് അവിടെ ഉണ്ടാവണം. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ആ പോയിന്റ് തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വീഴും മാർക്ക്. റൈറ്റ്. രണ്ടാമത്തെ, ഹൗ ക്യാൻ വി വിഷ്വലൈസ് DNA ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സ് നമുക്ക് DNA എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ കണ്ടതാണ്, സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് എ കോമ്പൗണ്ട് നോൺ ആസ് എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. റൈറ്റ്. ഇതേപോലെ തന്നെ പഠിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. നമുക്കപ്പോൾ സ്മാർട്ട് റിവിഷനിലൂടെ rack up the points. Okay, that's a point. That's about this question. And what about the next question? Same concept, same the red zone concept എന്ന് നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ വിളിച്ചത്. ആ ക്വസ്റ്റ്യൻ അത് തന്നെ, പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ, ഒരു ഗ്രാമറിലൊക്കെ ഇച്ചിരി ചേഞ്ച് വന്നിരിക്കുന്നു എന്ന് മാത്രം. ഒബ്സർവ് ദ ഗിവൺ figure given below. Name the technique illustrated in the figure. Same question, right? What's the answer? Gel electrophoresis. Gel electrophoresis, right? And what about the second question? Explain the process of separation of DNA fragments through this method. Explain this process എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എഴുതണം. Since DNA fragments are negatively charged molecules, they can be separated by forcing them to move towards the anode under electric field through a medium or matrix. DNA fragments separate according to their size through sieving effect provided by agarose gel. അതേപടി പഠിച്ചെഴുതുക. Hence, the smaller the fragment size, farther it moves. The separate DNA fragments can be visualized only after staining the DNA with a compound known as ethidium bromide followed by exposure to UV radiation. പഠിച്ച് തന്നെ എഴുതണം. അല്ലാതെ നമ്മൾ ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. So be very careful while answering questions for your board exam. And നമ്മുടെ ആൻസർ ഷീറ്റ് പക്ക ആയിരിക്കണം. ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യണം. ക്ലിയർ അല്ലേടാ? അപ്പോൾ that's the first red zone of this chapter. And second concept from this chapter is another red question അല്ലെങ്കിൽ red area എന്ന് പറയുന്നത് amplification of gene of interest using PCR. PCR, we know that polymerase chain reaction. Why we selected this topic? Because again, question. They നോക്കടാ, അതേ questions നോക്ക്. PCR കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് മിസ് ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെരി റെഡ് സോൺ ആണ് ഈ ഏരിയ ഓൾസോ. PCR ഈസ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് PCR? PCR ഈസ് യൂസ് ടു ആംപ്ലിഫൈ DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് PCR. ഈ ടെക്നിക് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് കാരിമുള്ളിസ്. And this PCR consists 3 processes. What is the purpose of this process? Amplify DNA. Amplify means replication of DNA or making copies of DNA. Okay, within short period of time, millions or billions of copies namakku undakkan pattum. See, and PCR stands for polymerase chain reaction. And which are the different processes of this technique? First one is denaturation. First process is denaturation, right? What do you mean by denaturation? See, this is first one. ഇവിടെ നമുക്ക് കാണാം. What is denaturation എന്ന് പറയുമ്പോൾ ഇവിടെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് 94 to 96 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് കൊടുത്ത് 94 to 96 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് കൊടുത്ത് DNA ചൂടാക്കി unwind ചെയ്യുന്ന പ്രോസസ്സാണ് denaturation. Unwinding of DNA by providing 94 to 96 degrees Celsius is denaturation. That's the first process of PCR. And second process of PCR is annealing. Right? What is annealing? See, annealing എന്ന് പറയുമ്പോൾ there is primer addition. This is the primer, right? Oligonucleotide of RNA. Primer addition. ആ പിരിഞ്ഞിരിക്കുന്ന 2 സ്ട്രാൻഡിലേക്ക് പ്രൈമർ അഡീഷൻ അറ്റ് 3' എൻഡ്. ഏത് എൻഡിലേക്ക്? 3' എൻഡിലേക്ക് പ്രൈമർ ആഡ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് അനീലിംഗ് അറ്റ് 55 ഡിഗ്രി സെൽഷ്യസ്. 55 ഡിഗ്രി സെൽഷ്യസ്. പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾക്കറിയാം DNA റിപ്ലിക്കേഷൻ പഠിച്ച് നിങ്ങൾക്കറിയാം, പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ ദിസ് DNA പോളിമറേസിന് ആക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. റൈറ്റ്? And third process is extension, right? Third process is extension. Primer extension, right? Third process is primer extension. 3', 5' ഇങ്ങനെ 3' പോയിന്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5' to 3' ഡയറക്ഷനിലേക്ക്
primer extension, right? 3' ൽ ആഡ് ചെയ്യുമ്പോൾ 5' to 3' ഡയറക്ഷനിലേക്ക്, 3' ൽ ആഡ് ചെയ്യുമ്പോൾ 5' to 3' ഡയറക്ഷനിലേക്ക്. വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് എക്സ്റ്റൻഷൻ? 5' to 3'. DNA replication, transcription, translation എല്ലാം 5' to 3' ഡയറക്ഷനിലാണ്. replication of DNA, extension of primer at temperature 72 degrees Celsius. What is the temperature? What is the temperature മക്കളെ? 72 degrees Celsius. അപ്പോൾ ആ 72 degree Celsiusൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന DNA polymerase ആണ് ഉപയോഗിക്കുന്നത്. The name of DNA polymerase is Taq polymerase. What's the name of DNA polymerase used during extension of primer is Taq polymerase. That Taq polymerase can survive this extreme temperature 72 degrees Celsius. That's why we use this Taq polymerase as DNA polymerase during PCR. See, Taq polymerase isolated from a bacteria. Which bacteria? Thermus aquaticus. Which bacteria? Thermus aquaticus എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. Therefore, it is known as Taq. T, തെർമസിൻ്റെ T, അക്വാട്ടിക്കസിൻ്റെ AQ, തെർമസ് അക്വാട്ടിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഈ ടാക് പോളിമറേസ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. മക്കളെ, തെർമസ് അക്വാട്ടിക്കസിനെ കുറിച്ച് എന്തറിയാം? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്നത് തെർമോ അസിഡോഫൈൽ ആണ്, ഹോട്ട് സ്പ്രിങ്സിൽ വളരുന്നവരാണ്, ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന ആർക്കേ ബാക്ടീരിയകളാണ്. സി ക്ലിയർ? അപ്പോൾ ദാറ്റ് ഇസ് എ സീക്വൻഷ്യൽ പ്രോസസ് ഓഫ് PCR, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഈ പ്രോസസ്സ് കൊണ്ട് DNA ആംപ്ലിഫൈ ചെയ്യുന്നു, റൈറ്റ്? അപ്പോൾ ഒരു DNA 2 DNA ആവുന്നു, 2 4 ആവുന്നു, 4 8 8 16 അങ്ങനെ ചെയിൻ റിയാക്ഷൻ. മക്കളെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ക്വസ്റ്റ്യൻസ്. The following are the diagram of two important processes used in recombinant DNA technology. Identify A and B. See, A and B എന്ത് എളുപ്പമാണ്. What is the question? Answer നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. What is answer for this question is A, polymerase chain reaction PCR, right? And B is gel electrophoresis, right? അങ്ങനെ തന്നെ എഴുതണം, right? A, B എന്ന് കറക്റ്റ് എഴുതണം. B യുടെ സ്ഥാനത്ത് Aയും Aയുടെ സ്ഥാനത്ത് B എഴുതിയാൽ എന്നാ പറ്റും? തെറ്റിപ്പോകും, right? Write the use of A and B in recombinant technology. What is the purpose of A and what is the purpose of B? A is used for amplification of desired gene. ഇപ്പോൾ നമ്മൾ കണ്ടു PCR. And B is used for separation of DNA fragments. അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് മാർക്ക് വീഴും, right? Okay. And ഇതേ ചോദ്യം തന്നെ എങ്ങനെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്? Amplification of gene of interest is done using polymerase chain reaction. Name the enzyme used in PCR and write the characteristic feature of this enzyme. കണ്ടോ? ക്വസ്റ്റ്യൻ പോകുന്ന കണ്ടോടാ? Concept is same. Taq polymerase, it remains active. Which enzyme used in this process? Taq polymerase. Name the enzyme is Taq polymerase. And what is why it is used? It remain active during high temperature induced denaturation of double stranded DNA. It is thermostable, right? It is thermostable, thermo acidophile ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തതായതുകൊണ്ട് ഇറ്റ് ഈസ് തെർമോസ്റ്റേബിൾ. ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യും. ചെയിൻ റിയാക്ഷനിൽ വീണ്ടും ഡീനാച്ചുറേഷനും അനീലിങ്ങും എക്സ്റ്റൻഷനും ഒക്കെ നടക്കുമ്പോൾ വീണ്ടും അവിടെ തന്നെ അത് സർവൈവ് ചെയ്യും, റൈറ്റ്? ആ ടെമ്പറേച്ചറിൽ വീണ്ടും അത് നിൽക്കും. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, PCR stands for polymerase chain reaction. ഓക്കെ, അതേ കോൺസെപ്റ്റ് വീണ്ടും ചോദിക്കുന്ന ചോദ്യം കണ്ടോ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് PCR in recombinant technology? Name the 3 steps in PCR. Name the, അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. PCR ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ, നെയിം ദ 3 steps in PCR. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. Name the DNA polymerase enzyme used in PCR and the bacterium from which it is isolated. That is, Taq polymerase is the enzyme isolated from Thermus aquaticus. Okay ആണോ? Okay? അങ്ങനെ നോക്കിക്കണം മക്കളെ. വെരി ഹോട്ട് ആൻഡ് റെഡ് ഏരിയ ആണ് PCR, റൈറ്റ്? ആൻഡ് വീണ്ടും അടുത്ത റെഡ് ഏരിയ ഓഫ് ദി ചാപ്റ്റർ ഈസ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. ദേ ക്ലോണിംഗ് വെക്ടറിന്റെ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു, പലതവണ ചോദിച്ചിരിക്കുന്നു, റൈറ്റ്? സി, cloning vectors in the features very important. They should have origin of replication. What is origin of replication? Replication, that is control copy, make copies of gene of interest and control copy number after enter the host, right? It's a sequence from where replication start. Any piece of DNA when linked to the sequence can be made replicate within the host cell. This sequence also responsible for controlling copy number of linked DNA. That's the first feature of cloning vector. Then this is an example for cloning vector, artificial cloning vector PBR322 for E. coli cloning vector, right? And observe the diagram.
And which are the different features? Which are the different features? Oh, cloning vector ne where are the features on it should have selectable marker, right? Have selectable marker, right? And also have selectable marker is used to find out recombinant or non-recombinant, transformant or non-transformant, and also have cloning site. Cloning site or recognition site is the site of palindromy sequence in order to recognize this restriction endonuclease to cut open the vector and clone the gene of interest. Okay, and these are the features of cloning vector. PBR322 ഒരു artificial cloning vector ആണ്. Question നോക്കിക്കേ. Observe the diagram. Identify the cloning vector. Which cloning vector is this? That is PBR322. Identify the cloning vector. Kandu. Randamte question. Write 3 characteristic features of a cloning vector. Should have origin of replication, selectable marker, and cloning site or recognition site. Okay, already we studied, right? The next. The diagram given below in E. coli cloning vector PBR322. Identify the selectable marker present in it. Explain the significance of ORI, right? Selectable marker is ampicillin resistant gene and tetracycline resistant gene, right? And ORI, it is a sequence from where replication starts, and any piece of DNA when linked to this sequence can be made to replicate within the host cell. It is a very important feature of a cloning site. ഇങ്ങനെ തന്നെ പഠിച്ച് തന്നെ എഴുതണം. Okay, ready? Okay. And what about the next question? See, അടുത്തൊരു hot area of red zone of this chapter ആണ് restriction endonuclease. Restriction endonuclease നെ കുറിച്ച് പല രൂപത്തിലും ഭാവത്തിലും question ചോദിക്കും ഈ ഏരിയയിൽ നിന്ന്. The cutting of DNA at specific location became possible with the discovery of restriction enzyme. Explain the method of naming of this enzyme. How can name restriction enzyme? EcoR1, how can name? That is from Escherichia coli RY13, right? First letter E from the Escherichia in the genus in the first letter, Koi another coli specific epithet in the first 2 letters, and third letter is order of isolation, no, strain of bacteria, and Roman number indicates order of isolation. Okay, first letter of the name come from the genus, and second 2 letters come from the species of the prokaryotic cell or bacteria from which they are isolated. And third letter from the name of the strain R or S, and Roman number following the name indicate the order in which the enzyme were isolated from the strain of bacteria. Angane thanne padikkanam. Okay. Okay. Then what about the ideypole thanne question nokke. EcoR1 is an example of restriction enzyme. List out the criteria of naming of restriction enzyme. See makkale adhe point thanne adhe karyam thanne veendum question aayittu ചോദിച്ചിരിക്കുന്നു. ഇത് അതേപടി എഴുതുക, നന്നായി പഠിക്കുക. Okay. And veendum adhe concept. While studying nucleotide sequence, Raj found the following sequence which can be recognized by some enzymes. Give salient features of this sequence. Silent features of this sequence. This is a palindromic sequence, right? GAATTC is the palindromic sequence of restriction enzyme. This is the palindromic sequence of restriction enzyme, right? Okay, what is palindromic sequence? It's a sequence of EcoR1, that is palindromic sequence in a DNA, is a sequence of base pair that reads same on 2 strands when orientation of reading kept same എന്നുള്ള sentence പഠിച്ചു എഴുതണം. അടുത്ത question എന്താ? Write name of enzyme which recognize such a sequence, that is EcoR1 ആണെന്നറിയാം. Elaborate importance of this enzyme in genetic engineering. ദേ മിസ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, മിടുക്കരായിട്ട് പഠിക്കണം. Restriction enzyme EcoR1 ആണ് രണ്ടാമത്തെ ആൻസർ. മൂന്നാമത്തെ ആൻസർ, restriction enzymes are used to cut DNA at specific sequence എന്ന് വൃത്തിയായിട്ട് എഴുതണം. പോയിന്റുകൾ നന്നായി എഴുതുക. ഓക്കെ മക്കളെ, ദാറ്റ്സ് അബൌട്ട് മെയിൻ അല്ലെ റെഡ് സോൺ ഓഫ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് റെഡ് സോണിലേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിരിക്കുന്നത് നോക്കണം മക്കളെ. ഇതൊരു കോൺസെപ്റ്റാണ്, ബട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയേ, ദ സെയിം ഡയഗ്രാം അഗെയിൻ റിപ്പീറ്റഡ്. That means hot and very important. Red zone ആണ്, right? Red zone area ആണ്, right? Structure of ovule, megasporangium. Megasporangium, we know that this is ovule, right? Ovule, megasporangium. It has 2 integuments, outer and inner integuments, and base of the ovule is called chalaza. Opening is called micropyle. എങ്ങനെയാണ് opening ഉണ്ടായത്? 2 integuments are not fused at the apex, leaves an opening called micropyle. And there is a stalk called funicle or funiculus, and funiculum body of the ovulum ചേരുന്ന സ്ഥലമാണ് hilum.
Okay, and nucellus എന്ന് പറയുന്നതാണ് narration tissue of developing embryo sac, female gametophyte. എന്നാൽ narration tissue of developing male gametophyte ആണ് tapetum. Okay, see, I have a question. Observe the given figure of ovule and label the parts A, B, C and D. A എന്ന് പറയുന്നത് എന്താണ്? A is, what is A? A is, it is funicle, right? B is micropyle and C is embryo sac. D is chalasa. അറിയാമല്ലോ, നമ്മളിപ്പോൾ കണ്ട അതേ ഡയഗ്രാം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. Then അടുത്ത ക്വസ്റ്റ്യൻ. Observe the figure given below. Name the parts 1, 2 and 3. 1 എന്താണ്? 1 hilum, right? 1 hilum നമ്മളിപ്പോൾ കണ്ട ലേബലിംഗിലുണ്ട്. 2 funicle, 3 intercoments, outer and inner intercoments. And രണ്ടാമത്തെ question B. Write the peculiarities of the identified parts. Which are the peculiarities of these parts? Hilum. What is hilum? Is the junction between ovule and funicle. Funicle എന്താ? stalk ആണ്, connecting ovule to the placenta. Intercoments എന്താണ്? protective envelope ആണ്, envelope encircling the nucellus except at the tip. ടിപ്പിൽ മാത്രം അത് സർക്കിൾ ചെയ്യുന്നില്ല, micropyle ഉണ്ടാവും, opening of ovule. Clear? Okay, അങ്ങനെ വൃത്തിയായിട്ട് പഠിച്ചെഴുതുക. And what about the next? Observe the figure given below. Again the same figure repeated many times. Okay, identify the parts A, B, C. A എന്താണ്? A is funicle, B is micropyle, C is intercoments. On next question എന്താ? Write the function of C. C യുടെ function എന്താണ്? Intercoments, protection, right? Okay. Then അടുത്ത ഒരു important area, red area of this chapter ആണ് embryo sac ന്റെ structure. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക്. എന്തുകൊണ്ടാണ്? അതേ ഡയഗ്രാം തന്നെ ആവർത്തിച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ റിവൈസ് സ്മാർട്ട് ആൻഡ് റാക്ക് അപ്പ് പോയിന്റ്സ് വിത്ത് ദർശൻ അക്കാദമി. ഓക്കെ, അത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതുകൊണ്ടാണ് മിസ് ഈ ഏരിയ എടുത്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചത്. സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഹാസ് 7-celled 8 nucleated സ്ട്രക്ചർ ആണ്. 7-celled 8 nucleated സ്ട്രക്ചർ ആണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, റൈറ്റ്? ആൻഡ് മൈക്രോപൈലർ റീജിയനിൽ നമുക്കറിയാം എഗ് അപ്പാരറ്റസ് ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് 2 synergid and 1 egg cell. ആൻഡ് ചലാസയിലാണ് ആൻറ്റിപോഡൽസ് ഉണ്ട്, റൈറ്റ്? ആൻഡ് സെൻട്രലിലാണ് സെൻട്രൽ സെല്ലുണ്ട് ആൻഡ് പോളാർ ന്യൂക്ലിയസ് ഈസ് ദെയർ. സി, observe the given figure of embryo sac. Label A and B. What is A and what is B? A is antipodals towards chalasa lendilulla antipodals and B is synergid. B is synergid egg apparatusululla 2 synergid or egg. And write the function of filiform apparatus. This is filiform apparatus present in the synergid. It has 2 synergid on or embryo sac. Helps in guiding the pollen tube into the synergid. Synergidilekku pollen tube-നെ ഗൈഡ് ചെയ്യുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണെന്ന് പഠിച്ചു തന്നെ എഴുതണം. റെഡി അല്ലേടാ? ഓക്കെ. And what about the next question of the same concept? Observe the diagram and answer the following questions. Label A, B and C. A, B, C, D label ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. Name label A, B, C, D. A, antipodals. A എന്നാടാ? Antipodals. B എന്നാടാ? polar nuclei. C എന്നാ? C is synergid, right? C is synergid, right? D is egg. Of course, D is egg or female gamete, egg. Okay. And we do at the question, name the diploid cell found in embryo cell. Which are the diploid cell? Central cell, polar nuclei irikkunna central cell ilana. That is, cell is diploid, is central cell. And zygote is the diploid cell formed after fertilization. എംബ്രിയോ സാക്കിൽ ഫെർട്ടിലൈസേഷൻ ശേഷം സൈഗോട്ട് ഉണ്ടാവും. എഗ് മെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂഷൻ നടത്തി സൈഗോട്ട് ഉണ്ടാവും. ദെൻ അടുത്തത് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പോളാർ ന്യൂക്ലിയർ ഫ്യൂസ് ടു ബിക്കം സെക്കൻഡറി പോളാർ ന്യൂക്ലിയർ, റൈറ്റ്? ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ആൻസർ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കേടാ? ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. Label A, B, C and D. What is the function of filiform? അതെ സെയിം ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ലേബലിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഇച്ചിരി മാറ്റം ഉണ്ടെന്ന് തോന്നും, പക്ഷേ സെയിം ക്വസ്റ്റ്യൻ കണ്ടു. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓർ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക് ഓൾസോ. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റും ഒക്കെ പഠിക്കുക. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ ആണ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനുമായിട്ട് കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കടാ. പോളൻ ഗ്രെയിൻ റെപ്രസെന്റ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ, അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിസ് ഒരു 2 ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തു എന്ന് മാത്രം. പോളൻ ഗ്രെയിൻ
Pollen grain നമുക്കറിയാം generally spherical in outline ആണ്, 25 to 50 mm in diameter ഉണ്ട്. It has two cells, vegetative and generative cells. Vegetative cell bigger ആണ്, it has large and irregular shaped nucleus, abundant food reserve. Vegetative cell is also known as tube cell because അതിൽ നിന്നാണ് ട്യൂബ് നമുക്കറിയാം pollen tube ഉണ്ടാവുക. It has generative cell. Generative cell is spindle shaped and float in the cytoplasm of vegetative cell ആണ്, and it has two membrane. Outer exine is made up of sporopollenin. Sporopollenin is highly thickened, right? Cannot degraded by any enzyme known today, right? Therefore, exine is highly thick, but it is non-uniform because portion of region of exine where sporopollenin absent is called germ pore, through which pollen tube emerges out. And it has intine. Intine is made up of cellulose and pectin. Intine is made up of cellulose and pectin. And it is thin and uniform. ഇത് thin ആണ്, uniform ആണ്, എല്ലാ വശത്തും ഒരേപോലെ thin ആണ്. Okay. അപ്പോൾ this is the structure. Vegetative cell pollen tube ആകുമ്പോൾ generative cell undergoes mitosis, produce two male gametes. Generative cell undergoes mitosis to produce two male gametes. Okay. See, അപ്പോൾ നോക്കിയടാ, ക്ലിയർ ആണോ? അപ്പോൾ നോക്കിയേ, pollen grains represent the male gametophyte. Question number 1. Outer hard layer of pollen is made up of? ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, sporopollenin, right? Answer A, sporopollenin. B, question number B ഏതാണ്? Name the two cells present inside a typical pollen grain. Which are the two cells? ഇപ്പോൾ നമ്മൾ പറഞ്ഞു vegetative cell and generative cells. Third question. അടുത്ത question. How these cells differ from each other? What is the difference between vegetative and generative cell? എന്ന് കറക്റ്റ് ആയിട്ട് എഴുതണം. Vegetative cell is bigger, has abundant food reserve and large irregularly shaped nucleus. The generative cell is small and floats in the cytoplasm of vegetative cell. It is spindle shaped with dense cytoplasm and nucleus. Okay, clear? അങ്ങനെ പഠിക്കുക. The next, observe the figure given below. A, identify the cell A and B. A ഏതാണ്? Vegetative cell. B എന്താണ്? Generative cell. And question number B, write any two peculiarities of A. A എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ രണ്ട് ക്യാരക്ടർ ഉണ്ട്. അതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ വീണ്ടും ചെയ്യുന്നു അടുത്ത വർഷം. Vegetative cell is bigger, has abundant food reserve and large irregularly shaped nucleus. മക്കളെ പഠിച്ചുകൊണ്ട് അങ്ങ് പൊക്കോളുക. ബോർഡ് എക്സാമിന് you can rack up points with smart revision with Darsana Academy. Okay, and what about next? Pollination. See, pollination വളരെ ഹോട്ട് ആയിട്ടുള്ള, വളരെ റെഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പോളിനേഷനെ കുറിച്ച് പറയുമ്പോൾ pollination എന്ന് പറയുന്ന പോയിന്റ്സ്, അഡാപ്റ്റേഷൻ ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻ ചോദിച്ചിരിക്കുന്നു. പോളിനേഷൻ വീണ്ടും വിൻഡ് പോളിനേഷൻ പല രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ, പോളിനേഷൻ. നമുക്കറിയാം pollination is the transfer of pollen grain from anther to stigma. Pollination നമുക്കറിയാം autogamy ഉണ്ട്, that is self pollination, right? Autogamy. Transfer of pollen grain from anther to stigma of same flower is autogamy. Transfer of pollen grain from anther to stigma of same flower is autogamy, self pollination. Then transfer of pollen grain from one flower to another flower on same plant is geitonogamy, right? That is also self-pollination. But environmentally it is cross-pollination. ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ട്. Therefore environmentally ഒരു cross-pollinationും genotypically self-pollinationുമാണ് geitonogamy. Then അടുത്തത് xenogamy, transfer of pollen grain from anther to stigma of flower on another plant. Another plant of same species ആണ് xenogamy or allogamy. That is completely cross-pollination. സി, ഇപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് വളരെ ബേസിക്. ആൻഡ് ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേറ്റേഴ്സ് ആണ്. ഡിഫറെൻറ്റ് പോളിനേറ്റേഴ്സ് ആകാൻ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പെക്യുലിയാരിറ്റീസ്, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പെക്യുലിയാരിറ്റീസ്, വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പെക്യുലിയാരിറ്റീസ്, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം പഠിച്ച് തന്നെ പോകണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാടാ. Pollination is the transfer of pollen grain from anther to stigma of pistil. Yes, write any three adaptations in wind pollinated plants. Wind pollinated plants എന്തൊക്കെ പ്രത്യേകത? Pollen grain light, non-sticky, well exposed to stamen, large, often feathery stigma. Flowers often have a single ovule in each ovary. Numerous flowers are packed into inflorescence. ഏതെങ്കിലും 3 points എഴുതി പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. പഠിച്ചെഴുതുക. Okay. And what about next question? Write 3 adaptations of insect pollinated flowers. വീണ്ടും, flowers are large, colorful, fragrant and rich in nectar.
Small flowers are clustered into an inflorescence. Pollen grains are sticky. Points എഴുതി പഠിച്ചു പോവുക, right? Then നന്നായി പഠിച്ച് എക്സാം എഴുതുക. Then define pollination. What is pollination? Then insect pollen flowers have many peculiarities. നേരത്തെ അതേ ക്വസ്റ്റ്യൻ വീണ്ടും അടുത്ത വർഷം ചോദിച്ചിരിക്കുന്നു. Write down any 4 such peculiarities എഴുതാൻ ചോദിച്ചിരിക്കുന്നു, right? Wind pollen flowers have many peculiarities. Write down any 3. സെയിം സ്ലൈഡ് ആണെന്ന് തോന്നുന്ന പോലെ again questions repeat ചെയ്തിരിക്കുന്നു, right? Okay. Then list out any 3 peculiarities in plants with wind pollen flowers. വീണ്ടും അതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന very important area of this chapter ആണ് pollination. നന്നായി പഠിച്ചിട്ട് പോവുക. Then pollination is an important mechanism found in flowering plants. Define pollination. വീണ്ടും write short note on autogamy. What is autogamy? Transfer of pollen grain from anther to stigma of same flower. What is genogamy? Transfer of pollen grain from anther to stigma of another flower on same plant. What is enogamy? Cross pollination. Transfer of pollen grain from anther to stigma of flower on another plant. Flower on same plant ആണ്, another flower on same plant ആണ് genogamy എങ്കിൽ transfer pollen grain from anther to stigma of flower on another plant ആണ് xenogamy. Okay, അങ്ങനെ പഠിക്കുക. Clear? The next transfer pollen grain from pollination is autogamy, right? Then genogamy, xenogamy. എല്ലാ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നോക്കി പഠിക്കാം. നന്നായി പഠിച്ച് ഇത് കണ്ടിട്ട് ക്ലാസ്സിൽ എക്സാമിന് പോവുക. നിങ്ങൾക്ക് കൂടുതൽ സ്കോർ അടിക്കാൻ പറ്റും. റിവിഷൻ സ്മാർട്ട് ആക്കിക്കൊണ്ട് you can rack up your scores. There is no doubt. Okay. And what about next? Pollination is a mechanism seen in flowering plant. Define pollination again. Complete the table with any 2 adaptations seen in plants for effecting pollination by the given external agent. Pollination agent, wind, water, insect adaptation ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സ്. Transfer of pollen grain from anther to stigma of pistil is termed as pollination. വിൻഡ് പോളിനേഷൻ്റെ പ്രത്യേകതകൾ, വാട്ടറിൻ്റെ, ഇൻസെക്റ്റിൻ്റെ എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ബോക്സ് ആക്കി കൊടുത്തിരിക്കുന്നു. നോക്കി പഠിക്കുക, നന്നായി പഠിച്ചു തന്നെ പോവുക. ഓക്കെ. സോ ഈ ഗ്രാഫുകൾ നോക്കിയാൽ നമ്മൾ ഓർക്ക് സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഡിഫറെൻറ്റ് ഇച്ചിരി വേരിയേഷനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. സി അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. റെഡ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ ആണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. വി നോ ദാറ്റ് rapid increase in population size, growth rate accelerate ചെയ്യും. അൺലിമിറ്റഡ് റിസോഴ്സ് കൊടുത്താൽ ഗ്രോത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഗ്രോത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ജെ ഷേപ്പ്. വാട്ട് ഈസ് ദ ഷേപ്പ്? വിൽ ബി ജെ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഗ്രാഫ്. dn/dt is equal to rn, റൈറ്റ്? dn/dt is equal to rn. ക്ലിയർ? അതാണ് ആദ്യത്തെ. രണ്ടാമത്തെയാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ദാറ്റ് ഈസ് ഇനിഷ്യൽ ഗ്രോത്ത് റാപ്പിഡ് ആണ്, പിന്നെ സ്ലോ ഡൗൺ ചെയ്യും. ആദ്യത്തെ ലാഗാണ്, പിന്നെ സ്ലോ ഡൗൺ ചെയ്യും. ഇനിഷ്യൽ ഗ്രോത്ത് ഈസ് റാപ്പിഡ്, ലാഗ്, പിന്നെ ലോഗ്, പിന്നെ സ്റ്റേഷനറി, റൈറ്റ്? ദെൻ അപ്രോച്ച് മാക്സിമം, അത് ലാഗ്, പിന്നെ ലോഗ്, ദെൻ സ്റ്റേഷനറി. ദാറ്റ് ഈസ് എസ് ഫേസ്, എസ് കർവ് ഓർ സിഗ്മോയിഡ് കർവ്. അപ്പോൾ ബിക്കോസ് അവിടെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഗ്രോത്ത് എന്താവുന്നു? സ്റ്റോപ്പ് ആവും, റൈറ്റ്? ഇങ്ങനെ ക്ലിയർ? എസ് ഷേപ്ഡ് ഓർ സിഗ്മോയിഡ് കർവ്, റൈറ്റ്? ക്വിക്ക്ലി അറ്റ് ഫസ്റ്റ്, ദെൻ സ്ലോ ഡൗൺ, സ്റ്റെബിലൈസ് ഇറ്റ് നിയർ എന്ന് വെച്ചാൽ ഇങ്ങനെയാ, ഇങ്ങനെ. ദിസ് ഈസ് ദ ഗ്രാഫ്, ലൈക്ക്, റൈറ്റ്? S curve or sigmoid curve, right? dn/dt is equal to rn into k minus n/k. K is the carrying capacity. What is carrying capacity? Maximum population size that a given environment can sustain based on available resource അനുസരിച്ചിട്ട് ആ എൻവിറോൺമെൻറ്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോപ്പുലേഷൻ സൈസ്. ദാറ്റ് ഈസ് ക്യാരിങ് കപ്പാസിറ്റി. ക്യാരിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു എസ് ഷേപ്പ് കർവാണ് സാധാരണഗതി നടക്കുക. ദാറ്റ് ഈസ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. ഓക്കേടാ. ഫോളോയിങ് ഗ്രാഫ് ഷോസ് 2 types of population growth curves. Name the growth curves A and B. A is exponential, B is logistic. K stands for, നമ്മളിപ്പോൾ ഡെഫിനിഷൻ കണ്ടു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റൈറ്റ്? The following graph shows 2 types of population growth curves. Name the growth curves A and B. Right? A and B നമ്മൾ ഓൾറെഡി കണ്ടു.
logistic and exponential and logistic and exponential, right? നമ്മൾ കണ്ടു, right? ഇത് തന്നെ നമ്മൾ കണ്ടു, right? That is exponential, right? Exponential നമ്മൾ കണ്ടു, പഠിച്ചു, and definition, then logisticൻ്റെ definition, carrying capacity, 3 പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരികയാണ്. മക്കളെ ശ്രദ്ധിച്ചു പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക, ഓക്കെ, ഒരു ബോധത്തോടെ പഠിക്കുക, ചിന്തിച്ചു പഠിക്കുക, റൈറ്റ്? ഗീവൺ ബിലോ അഗെയിൻ ദ സെയിം, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കി, സെയിം കാര്യം ചോദിച്ചേക്കുക. അത് കണ്ടോ സെയിം ചോദിച്ചേക്കുക. ഓക്കെ, ഗീവൺ ബിലോ is a schematic representation which shows the factors influencing population density. Label A and B. What is A and what is B? A is mortality. B is emigration. And അടുത്ത ചോദ്യം, which are the factors that contribute to increase in population? Of course, natality and immigration. Natality and immigration. Then what is natality? Natality refers to the number of births during a given period in the population that are added to the initial density. പഠിച്ചെഴുതുക. Okay. The next, given below is a schematic representation which shows the factors influencing the population density. Label A and B. വീണ്ടും label A and B വേറെയാ. വേറെ A, വേറെ B. കണ്ടോ? A is natality, B is immigration. കണ്ടോടാ? ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെ തന്നെ നമ്മളോട് ചോദിക്കുന്ന സെയിം കോൺസെപ്റ്റിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. And define mortality. Mortality is the number of death in the population during given period of time. നേരത്തെ natality ചോദിച്ചപ്പോൾ ഇവിടെ mortality. Okay. വീണ്ടും അടുത്തത് അതെ, if n is the population density at time t, then its density at time t plus 1 is nt plus 1 is equal to nt plus b plus I minus d plus c. b, d and e represent എന്നാണ് ചോദ്യം. B is birth rate or natality, D is death rate or mortality, I is immigration and E is emigration. Okay, the definition എല്ലാം പഠിച്ചു പോവുക. ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ആൻഡ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നന്നായി പഠിച്ചിട്ട് പോകണം, അതേപോലെ തന്നെ എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോകണം. ആ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ ആണ് ദിസ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. വാട്ട് ഈസ് പ്രിഡേഷൻ? വാട്ട് ഈസ് പ്രിഡേഷൻ? ബെനിഫിഷ്യൽ ടു ദ പ്രിഡേറ്റർ ആൻഡ് ഹാംഫുൾ ടു ദ പ്രേ. that is positive minus ആയിട്ടുള്ള relationship ആണ്. Then competition, harmful to both organism and fittest shall survive, രണ്ടും നെഗറ്റീവ് ഇൻറ്ററാക്ഷൻ ആണ്. Then parasitism, parasite is benefited and the host is harmed ആണ്. parasitism പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണ്. Then commensalism, beneficial to one and other is neither benefited nor harmed ആണ്. that is commensalism, positive zero interaction ആണ്. Then mutualism, both partners are benefited, mutual beneficial association ആണ്. രണ്ടും പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ ആണ്. Then amensalism, harmful to one and the other is neither benefited nor harmed ആണ്. നെഗറ്റീവ് ആൻഡ് സീറോ ഇൻറ്ററാക്ഷൻ ആണ്. അങ്ങനെ വൃത്തിയായി പഠിക്കുക. ഇത് അതിൻ്റെ ഡെഫിനിഷനാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചിട്ട് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. അത് പല രീതിയിലാണ് ചോദിക്കുന്നത്. മായ്ച്ചകോളമായിട്ടും തന്നിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഏതാണെന്നും പിന്നെ ഫില്ല് ചെയ്യാനും ഒക്കെ ചോദിക്കും. എക്സാമ്പിൾസ് ആയത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കേടാ? ഓക്കെ, ദാറ്റ്സ് അബൌട്ട് എക്കോസിസ്റ്റം. ഇനി തന്നെ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം സുവോളജി ചാപ്റ്ററാണ്. സുവോളജിയിൽ 8 ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിനുമാണ് സ്കോർ വെയിറ്റ് ഏതാണ്ട് അപ്രോക്സിമേറ്റ്. ഇതിന് 5 ആണെങ്കിൽ മോളിക്കുലാർ ബേസിസിന് അപ്രോക്സിമേറ്റ് 6 നിൽക്കുക. ബാക്കിയെല്ലാം 4, 3 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഏത് ഏരിയക്കാണ് പ്രാധാന്യം കൊടുക്കണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ്. ഏരിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന ഏരിയ ആണ്. ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ഏരിയ ആണ്. റൈറ്റ്, മെന്റേലിയൻ ഡിസോർഡേഴ്സ്. ജെനറ്റിക് ഡിസോർഡേഴ്സ് ഏതൊക്കെയുണ്ട്? മെന്റേലിയൻ ഡിസോർഡേഴ്സ്, ദാറ്റ് ഈസ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് and hemophilia, royal disease, then color blindness, right? These are the sex-linked recessive disorders, right? Genetic disorders രണ്ടു തരമാണ്, മെന്റേലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. മെന്റേലിയൻ ഡിസോർഡേഴ്സിൽ ഒന്നാമത്തെയാണ് സെക്സ് ലിങ്ക്ഡ് റിസസീവ്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഏതൊക്കെയാണ്? ഹീമോഫീലിയ,
and color blindness. Hemophilia is known as royal disease because it is Queen Victoria was the carrier. Hemophilia എന്ന് പറഞ്ഞാൽ എക്സ് ലിങ്ക്ഡ് ആണ് ബിക്കോസ് അവർ എക്സ് ക്രോമസോമിലാണ് അതിൻ്റെ ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പേഷ്യൻറ്റിന് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഫാക്ടർ ഡെഫിഷ്യൻ്റ് ആണ്. 8, 9 റൈറ്റ്, 11, 5 അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻ്റ് ആകുമ്പം ഹീമോഫിലിയ എ, ഹീമോഫിലിയ ബി, ഹീമോഫിലിയ സി, ദെൻ പാരാഹീമോഫീലിയ, റൈറ്റ്? ഓക്കെ, ക്ലിയർ? ആൻഡ് ഹീമോഫീലിയ എന്ന് പറയുന്നത് ഫാദർ എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും? മെയില് എന്ന് പറയുന്ന ആൾ XY നോർമൽ ആയിരിക്കും, XHY അഫക്റ്റഡ് ആയിരിക്കും. ഫീമെയിൽ എന്ന് പറയുമ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ XX ആയിരിക്കും, XH എന്ന് പറയുന്ന ക്യാരിയർ ആയിരിക്കും. അവർക്ക് കുഴപ്പമില്ല, എങ്ങർ വണ്ണിലേക്ക് പോവും. ആൻഡ് മെയിൽ അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ XH ആയിരിക്കും. സി, അപ്പോൾ ഇവിടെ ക്യാരിയർ ആയിട്ടുള്ള ഡോട്ടറിൽ മദറിൽ നിന്ന് സണ്ണിലേക്ക് പോവും. ക്യാരിയർ ആയിട്ടുള്ള മദറിൽ നിന്ന് സണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സണ്ണിന് കിട്ടുക മിക്കവാറും മദറിൽ നിന്നാണ്. മദറിൻ്റെ എക്സ് ആണല്ലോ സണ്ണിലേക്ക് ചെല്ലുക. ഓക്കെ, അപ്പം മദർ ടു സണ്ണാണ്. ഇനി ഫാദറിനുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഫാദറിൻ്റെ എക്സ് ഡോട്ടറിന് പോകും. ഫാദറിനുണ്ടെങ്കിൽ ഡോട്ടറിലേക്ക് പോവും. മദർ ക്യാരിയറെങ്കിലും ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഡോട്ടർ അഫക്റ്റഡ് ആവുകയുള്ളൂ കേട്ടോ. ഫാദറിൻ്റെ ഒരു എക്സ് വരണം, മദറിൻ്റെ ഒരു എക്സും വരണം. മദർ ക്യാരിയർ എങ്കിലും ആയിരിക്കണം, പക്ഷെ ഫാദർ ഷുഡ് ബി അഫക്റ്റഡ് ആയിരിക്കണം. ഒരു ഡോട്ടർ ഹീമോഫീലിയോ കളർ ബ്ലൈൻഡ്നെസ്സോ വരണമെങ്കിൽ, ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ്സിന് ഇവിടെ C എന്ന സിമ്പിൾ Hന് വരെ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കുക മക്കളെ. ക്ലിയർ? റെഡി? ഓക്കെ, അപ്പോൾ ഇതൊരു ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണ്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് എന്നാണ്? ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീമെയിൽ മാത്രമേ ക്യാരിയർ ആയിട്ടുള്ളൂ. എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ് ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. ദെൻ ഓട്ടോസോമൽ റിസസീവ് ആണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ക്രോമസോം 11 HbA1 ജീൻ പ്രൊഡ്യൂസ് HbA പെപ്റ്റൈഡ് വാൽ ഹീസ് ലൂസ് ത്രൂ ഗ്ലൂ. അവിടെ ആറാമത്തെ ഗ്ലൂവിനെ കോഡ് ചെയ്യുന്ന ഗാഗ്. അപ്പോൾ RBCയുടെ ഷേപ്പ് ബൈക്കോൺകേവ്, അനീമിയ ഇല്ല, കുഴപ്പമില്ല. ദെൻ ആറാമത്തെ പൊസിഷനിൽ ഗാഗ് ഗുഗ് ആകുമ്പോൾ HbS ജീനായി. HbS ജീനാകുമ്പോൾ സംഭവം മാറി. RBCയുടെ ഷേപ്പ് സിക്കിൾ ഷേപ്പ് ആകുമ്പോൾ അയാൾക്ക് അനീമിയ ഉണ്ടാവും, സിക്കിൾ സെൽ അനീമിയ, റൈറ്റ്? ദെൻ ഫീനൈൽ കീറ്റോണൂറിയ ക്രോമസോം നമ്പർ 12 ആണ്. അവിടെ ഇരിക്കുന്ന ഒരു ജീനാണ് ഫീനൈൽ അലനീൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. ഫീനൈൽ അലനീൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ ഫീനൈൽ അലനീൻ ടൈറോസിൻ ആകാതെ ഫീനൈൽ പൈറുവേറ്റും അത് ഡെറിവേറ്റീവ്സും ആകും. other derivatives are phenyl ketone. Phenyl ketone poorly reabsorbed by kidney, therefore excreted through urine. Therefore, that is known as phenyl ketone urea, right? Phenyl ketone urea. Okay, and phenyl pyruvate accumulate in the brain leads to mental retardation and also reduction in skin and hair pigmentation. That is phenyl ketone urea. Then thalassemia. Thalassemia നമുക്കറിയാം alpha and beta thalassemia ഉണ്ട്. ആൽഫ ആൻഡ് ബീറ്റ താലസീമിയ. ആൽഫ ക്രോമസോം നമ്പർ 16 ആണെങ്കിൽ ബീറ്റ ക്രോമസോം നമ്പർ 11 ആണ്. ഇല്ല, ക്രോമസോം നമ്പർ 11 ആൽഫ HbA1 HbA2 ആണെങ്കിൽ ബീറ്റ HbB ജീനാണ്. ക്ലിയർ? അത് ആവശ്യത്തിന് HB ഉണ്ടാകാത്തപ്പോൾ RBC ആവശ്യത്തിന് HB ഉണ്ടാക്കേണ്ട പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽഫയും ബീറ്റയും ഇല്ലാതെ വരുമ്പോൾ, HB ആവശ്യത്തിന് ഉണ്ടാകാതെ വരുമ്പോൾ, ആവശ്യത്തിന് HB ക്വാണ്ടിറ്റി ഇല്ലാതെ വരുമ്പോൾ അനീമിയ ഉണ്ടാകുന്നതാണ് താലസീമിയ. ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ ആണ് താലസീമിയ, റൈറ്റ്? ക്വാളിറ്റേറ്റീവ് ആണ് സിക്കിൾ സെൽ അനീമിയ. പിന്നെയുള്ള ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി, വീക്കണിങ് ഓഫ് സ്കെലിട്ടൺ മസിൽ. അപ്പോൾ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഓട്ടോസോമൽ ഡോമിനൻ്റ്, ഏതാണ് മെന്റലി ഡിസോർഡർ എന്നൊക്കെ ഇതേ പലതരത്തിലാണ് ചോദ്യം. മുന്നോട്ട് കാണാൻ ക്വസ്റ്റ്യൻ. ഇനി ക്രോമസോമൽ ഡിസോർഡേഴ്സ് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആൻഡ് ടേണർ സിൻഡ്രോം. കണ്ടുപിടിച്ചവരുടെ പേരിലാണ് അത് അറിയപ്പെടുക അല്ലെ. ഇത് ഈസ് ഡ്യൂ ടു അന്യൂപ്ലോയിഡി, റൈറ്റ്? അന്യൂപ്ലോയിഡി കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇറ്റ്സ് എ ട്രൈസോമി ഓഫ് അല്ലെങ്കിൽ ട്രൈസോമി ഓർ ടെട്രാസോമി, മോണോസോമി, നള്ളിസോമി, റൈറ്റ്? ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ്സുകളൊക്കെ നമ്മുടെ നേരത്തെ റിവിഷൻ ക്ലാസ്സുകൾ ദർശൻ അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അതിലെല്ലാം ഉണ്ട്, ലിങ്കുകളുണ്ട്. നമുക്കതിൽ നോക്കിക്കൊണ്ട് ഈ ചാപ്റ്ററിനെ ക്വസ്റ്റ്യൻ വൈസിൽ റിവൈസ് ചെയ്യാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പഠിക്കണം. ഓക്കെ. ആൻഡ് ഡൗൺ സിൻഡ്രോം. Down syndrome is a trisomy of 21st chromosome, right? Okay. Trisomy of autosome and Down syndrome, right?
chromosome number of affected person is 47, both in male and female. എന്നാൽ Klinefelter syndrome എന്ന് പറയുന്ന Klinefelter is 44, that is XXY in trisomy of X chromosome ആണ്, right? That is chromosome number is also 47, that is only in male, 44 plus XXY. എന്നാൽ Turner syndrome is trisomy അല്ല, monosomy of X chromosome in female ആണ്. Chromosome number is 45, right? ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകണം. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Complete the following table, right? Chromosomal disorder. Karyotype 21st ആണ്, trisomy 21st, palm broad with crease ഒക്കെ ഉള്ള ആർക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ സിംറ്റം എല്ലാം കാണാൻ പഠിക്കണം. Trisomy 21st അപ്പോൾ ഏതാ ആൻസർ ഏതാ അവിടെ വരിക? That is Down syndrome, right? ഇവിടെ Down syndrome, clear? Then C and our gynecomastia. Then gynecomastia is a development of breast, that is Klinefelter syndrome, right? That is the trisomy of X chromosome, right? Then Turner syndrome എന്ന് പറയുമ്പോൾ that is symptom sterile ആയിരിക്കും. Secondary sexual character is absent. Secondary sexual character is absent. Okay? അങ്ങനെ പഠിക്കുക. ഓക്കേടാ, ശ്രദ്ധിച്ച് പഠിക്കതേ. വീണ്ടും ക്വസ്റ്റ്യൻ മാച്ച് ദ കോളമായിട്ട് അടുത്ത് വരിക. മാച്ച് ദ കോളം. Thalassemia is a autosomal linked recessive blood disease ആണ്. autosomal ആണ്, റൈറ്റ്? നമ്മൾ പറഞ്ഞുള്ളൂ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, റൈറ്റ്? അപ്പോൾ A. Here hemophilia, that is sex linked recessive ആണ്, hemophilia and color blindness. Down syndrome is a trisomy of 21st chromosome. Klinefelter, that is inborn error of metabolism, that is എന്താണ് നമുക്കറിയാം, that is trisomy of X chromosome in male, 44 plus XXY, or trisomy of allosome, clear? ഓക്കെ, അങ്ങനെ പഠിക്കുക. ഓക്കേടാ. Then next, വീണ്ടും അതേ ക്വസ്റ്റ്യൻ, അതേ ഏരിയ എന്ന ക്വസ്റ്റ്യൻ. match the column, again match the column. Klinefelter, that is presence of additional extra chromosome in male, right? Klinefelter, the ഒന്ന് ഇട്ടാൽ, this is one, right? Then രണ്ട് ഇട്ടാൽ Down syndrome, trisomy of 21st, right? Then ഇത് മൂന്ന് ഇട്ടാൽ Turner syndrome, lack of X chromosome in female, right? Turner's 44 plus X0, 45 chromosome. Then phenylketonuria, right? Due to autosomal recessive, chromosome number 12, right? Answer. ഇങ്ങനെ കറക്റ്റ് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുക. വീണ്ടും same. That is why it is very important area of this chapter, genetic disorders. Identify the syndrome from the given genotype given below. 44 autosome XXY. 44 autosome XXY enna makkale? Klinefelter, right? 44 autosome plus XXY is Klinefelter's, right? Then 44 autosome plus X0. 44 autosome plus X0 is Turner's syndrome. 45. Okay? Mendelian disorder അല്ലാത്തത് color blindness, Down syndrome, hemophilia, thalassemia. Down syndrome is not, this is chromosomal, right? Chromosomal disorder. Then characters of certain genetic disorders are given below. Identify the given disorder. ഒന്ന്, sex linked recessive disorder that affect the clotting of blood. Sex linked recessive affect clotting of blood ഏതാടാ? Hemophilia. The disorder caused by the substitution of glutamic acid by valine at the 6th position of beta globin chain of hemoglobin is sickle cell anemia, right? Sickle cell anemia. Next, inborn error metabolism and affected individual lacks an enzyme that convert phenylalanine to tyrosine, phenylketonuria. ഇങ്ങനെ പഠിച്ചെഴുതാൻ എന്തൊക്കെ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഒരേ കോൺസെപ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് അല്ലേ?
Yes. Consider two statements regarding the hemophilia disorder. It is an autosomal linked dominant. It is an autosomal ആണോ? Hemophilia is autosomal ആണോ? Sex linked അല്ലേ? Sex linked അല്ലേ? Dominant ആണോ? Recessive അല്ലേ? അപ്പോൾ that is not correct. The heterozygous female for hemophilia may transmit the disease to son. Yes. X, H, X സണ്ണിലേക്ക് വിടും. ക്ലിയർ? റോങ് ഏതാണ്? റോങ് ഏതാണ്? ദിസ് വൺ. കറക്റ്റ് ചെയ്തു. ക്ലിയർ? ഇങ്ങനെ ക്വസ്റ്റ്യൻ. വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ. നമുക്കറിയാം XXXY ഹീമോഫീലിയ ഡ്രോസോഫൈല, XXX0 ഗ്രാസ് ഹോപ്പർ, ZZW ബേർഡ്സ്, ഹപ്ലോ ഡിപ്ലോയിഡ് ഹണിബി. അതിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകണം. ഡിസ്റ്റിങ്വിഷ് മെയിൽ ഹെറ്ററോഗ്യാമറ്റി XY, റൈറ്റ്? XXY വരുന്ന ഹ്യൂമൻ, റൈറ്റ്? ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗ്യാമറ്റി കാണിക്കുന്നത് ZW ബേർഡ്സ്. ബേർഡ്സ്. ഓക്കെ, എക്സാമ്പിൾ സഹിതം പറയുക. ഹെറ്ററോഗ്യാമറ്റി. Sex of the baby is determined by the father, not by the mother. That is XY is the father. Heterogamety. Heterogamety ഉള്ള ആളാണ് സെക്സ് ഓഫ് ദ ചൈൽഡ് തീരുമാനിക്കുന്നത്. അയാളുടെ സ്പെമിലേക്ക് എക്സും വൈയും പോവും. എക്സ് വരുന്നതാണല്ലോ ഫീമെയിലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, വൈ വരുന്നതാണല്ലോ മെയിലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ദെൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ചാപ്റ്ററിൽ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് 4 o'clock plant, മിറാബിലസ് ജലാപ്പ ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് ആൻറ്റിറൈനം മാച്ചസ് അല്ലേ? ദാറ്റ് ഈസ് in cross between a true breeding red flower and white, F1 pink, that is incomplete dominance. Inheritance ഏതാ? Incomplete dominance. If F1 has a phenotype that does not resemble either of the parent, that is between two parents. Give an example of for this type of inheritance. That is Mirabilis jalapa, 4 o'clock plant in a flower color. Flower color in Mirabilis jalapa or 4 o'clock plant or snapdragon. Antirrhinum matches. Right, the F2 phenotypic genotype ratio. Selfing of F1, right? Selfing of F1. Capital R small r into capital R small r, right? Obtained capital R small r, capital R small r, right? Capital R red, capital R small r pink, then capital R small r pink, small r white. Red 1, pink 2, white 1. Phenotype ratio is red 1, pink 2 and white 1, 1:2:1. And genotypes are capital R 1, capital R small r 2, small r 1. Genotype ratio is 1:2:1. Makkale, that is the different concept related to that area. Pedigree analysis വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. Pedigree analysis of traits in several generation of a family. Pedigree analysis of traits in several generation of a family. ആദ്യം തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. പെഡിഗ്രി അനാലിസിസ് ഓഫ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഈ പെഡിഗ്രി അനാലിസിസിലൂടെ പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, റൈറ്റ്? അനാലിസിസ് ഓഫ് ട്രേറ്റ്സ് ഇൻ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി. ആ സിമ്പിൾസ് എല്ലാം പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. സിമ്പിൾസ് എല്ലാം പഠിച്ചിട്ട് പോകണം. ഈ 2 പെഡിഗ്രി ചാർട്ട് ഇൻസൈറ്റ് തന്നിട്ടുണ്ട്, അത് പഠിച്ചിട്ട് തന്നെ പോവുക. ആദ്യത്തെ തന്നിരിക്കുന്ന മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്, റൈറ്റ്? മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോമൽ ഡോമിനൻറ്റ്. മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ് തന്നിരിക്കുന്നത്, ഓട്ടോസോമൽ ഡോമിനൻറ്റ്, റൈറ്റ്? അത് പഠിക്കുക. ക്ലിയർ? മയോട്ടോണിക് ഡിസ്ട്രോഫി. രണ്ടാമത് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ് ആണ്, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ ആണ്, ദാറ്റ് ഈസ് ഓട്ടോസോമൽ. ഒരു എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ, ഓട്ടോസോമൽ റിസസീവ്. ഓക്കെ, മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോമൽ ഡോമിനൻറ്റ്, ദെൻ ഓട്ടോസോമൽ റിസസീവ് ആണ് സിക്കിൾ സെൽ അനീമിയ. വിച്ച് ഇസ് സിമ്പിൾ ഫോർ കൺസൻഗ്വീനിയസ് മേറ്റിംഗ്. പെഡിഗ്രി അനാലിസിസിലെ എല്ലാ സിമ്പിൾസും പഠിക്കണം. കൺസൻഗ്വീനിയസ് മേറ്റിംഗ് നമുക്കറിയാം, ദാറ്റ് ഈസ് 2 വര, മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്.
What do you mean by pedigree analysis? Analysis of traits in several generations of a family. മക്കളെ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്തത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ പഠിക്കുകയായിരുന്നു. ആ ചാപ്റ്ററിനെ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയനെ സ്മാർട്ട് ആയിട്ട് റിവൈസ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ബയോടെക്നോളജി കഴിഞ്ഞ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ഡീൽ ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്. അപ്പോൾ ഏരിയാസിനെ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. വീണ്ടും നമ്മൾ ഡീൽ ചെയ്തത് ഏതായിരുന്നു? ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞു, അത് പഠിച്ചു പോവുക. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ഏരിയ ആണ് പറഞ്ഞത്. മക്കളെ ഇതിൻ്റെ അകത്തൂടെ പോയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും അതിന് കറക്റ്റ് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക, കറക്റ്റ് പോയിന്റ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും സ്മാർട്ടായിട്ട് റിവൈസ് സ്മാർട്ട് ആൻഡ് റാക്കപ്പ് പോയിന്റ്സ് ആയിട്ട് വീണ്ടും ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ദർശന അക്കാദമി ഡിഫറെൻറ്റ് സബ്ജക്റ്റുമായി നിങ്ങളോടൊപ്പം ചേരും. ഓക്കെ, മിടുക്കരായി പഠിക്കുക, ഏറ്റവും നന്നായി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ ഇന്നത്തെ പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ഏറ്റവും നന്നായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മിടുക്കരായി പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.